ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെഫ് താടിക്കാരനിൽ നമ്മൾ കാണാൻ പോണത് ഒരു സ്പാനിഷ് ഓംലെറ്റ് ആണ്. നമ്മൾ സ്പെയിനിലൊക്കെ ഇതിന് പറയണത് ടോർട്ടില ദി പതാത്ത എന്നാണ്. അതായത് പൊട്ടറ്റോയും ഒണിയനും കൂടിയുള്ള ഒരു ഓംലെറ്റ് ആണിത്. നമുക്കിത് പോണ വഴി ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ സിമ്പിളായിട്ട് നോക്കാം ഇതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രം ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. ഇതാണ് ഇതിൻ്റെ വലിപ്പം. സോ ഇതിനകത്ത് ഞാൻ ഒരു 5 മുട്ടയും ഒരു 4 ചെറിയ പൊട്ടറ്റോയും ഒരു സവോളയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, അത് ഈ പാൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യണത്. നിങ്ങളുടെ പാൻ വലുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും ചെയ്യാം. സോ ഇത് കുറച്ചും കൂടി നമുക്ക് കഴിക്കേണ്ട കുറച്ചും കൂടി ഫ്ലേവർഫുൾ ആക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഡ്രൈ ചില്ലി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിനകത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സോൾട്ടും പെപ്പറും എന്ന് വെച്ചാൽ നമ്മുടെ സീസണിങ് അനുസരിച്ചിട്ട്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ്. അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വേണമെങ്കിൽ സുക്കിനി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബെൽ പെപ്പേഴ്സ് ആഡ് ചെയ്യാം. സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനും പിന്നെയും ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷണലാണ്. സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അല്ലേ. സോ ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോയും സവാളയും പീൽ ചെയ്ത് റെഡിയാക്കാം. നമ്മളിവിടെ പൊട്ടറ്റോ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ സവാളയും പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊട്ടറ്റോ പീൽ ചെയ്ത് വെച്ചത് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിലിട്ട് വെക്കുക ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ഇതിപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ചെയ്യാനുള്ളതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇടണല്ല. ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ പൊട്ടറ്റോ കട്ട് ചെയ്യണത് സൂക്ഷിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ ഭയങ്കരമായിട്ട് തിന്നായി പോയാലും പ്രശ്നമാണ്, ഭയങ്കര കട്ടിയിലായാലും പ്രശ്നമാണ്. അപ്പം ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്ററിൻ്റെ തിക്നെസ്സിൽ വെച്ചിട്ട് വേണം പൊട്ടറ്റോ കട്ട് ചെയ്യാനായിട്ട്. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വേണം പൊട്ടറ്റോ, അതായത് തിക്നെസ് നമുക്ക് ഇത്രയെങ്കിലും മിനിമം വേണം. നമ്മൾ ആക്ച്വലി വറുക്കാൻ പോകണം, ജസ്റ്റ് ഒന്ന് സോട്ടേജ് ചെയ്ത് കുക്ക് ചെയ്യാൻ പോകണം നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓംലെറ്റിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് പൊട്ടറ്റോ കട്ട് ചെയ്യാം. സവാള ജസ്റ്റ് നമുക്കൊന്ന് പകുതിയായിട്ട് സ്ലൈസിങ് ആണ് ചെയ്യേണ്ടത്. സവാള നമ്മൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ നമുക്ക് സ്ലൈസിങ് ആണ് ചെയ്യേണ്ടത്. സവാള ഡ്രൈഡ് റെഡ് ചില്ലിയാണിത്. ഇതാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ തണ്ട് ഒടിച്ചു കളഞ്ഞിട്ട് ചുമ്മാ വട്ടത്തിൽ നിന്ന് അരിയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുക്കുക. ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിർബന്ധമൊന്നും ഇല്ല ഇത് ആഡ് ചെയ്യണമെന്ന്. ഇല്ലെന്നാണെങ്കിൽ ജസ്റ്റ് കുരുമുളകിൻ്റെ എരിവിലാലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് കാണുമ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കുമല്ലോ എന്ന് വെച്ചാണ് ഇത് ഇപ്പം ആഡ് ചെയ്യണത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പൊട്ടറ്റോ ആക്ച്വലി കുറച്ചും കൂടി വലിയ പൊട്ടറ്റോ ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നടുവേ കീറിയിട്ട് സ്ലൈസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്കിനി അത് കുക്ക് ചെയ്യണതാണ് അല്ലേ. സോ ഫ്രണ്ട്സ്, നമ്മളിവിടെ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായി ചൂടായിട്ടുണ്ട് പാൻ. ഞാൻ അടുത്തത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാൻ പോണതിലേക്ക്. ഇപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണം. ഞാൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാൻ വിടുന്നത്. എനിക്ക് ഇപ്പോഴത്തേക്ക് ഇത് ആവശ്യത്തിന് മതിയെന്ന് തോന്നുന്നു. പിന്നീട് എനിക്ക് വേണമെന്നാണ് ഞാൻ പിന്നെ ആഡ് ചെയ്ത് ചിലപ്പോൾ. സോ 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണം, ജസ്റ്റ് ഈ എണ്ണയും കൂടി ഒന്ന് ചൂടാക്കി കിട്ടാനായിട്ട്. സോ നമ്മുടെ ഒലിവ് ഓയിലൂടെ ചൂടായിട്ടുണ്ട്. ഞാൻ അടുത്ത് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് സവോളയാണ്. നമ്മൾ നേരത്തെ സ്ലൈസ് വെച്ച സവോള ഞാൻ ഒലിവ് ഓയിലേക്ക് ഇട്ട് കൊടുക്കും. സവാള ഒന്ന് നൈസായിട്ടൊന്ന് വറുത്തോണ്ടിരിക്കുന്ന ആ സമയത്ത് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് പൊട്ടറ്റോ. സോ ഇത് നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മുടെ പൊട്ടറ്റോ ആണ്. ഞാൻ ഈ പൊട്ടറ്റോ തന്നെ ആഡ് ചെയ്തത്. നമുക്ക് ഈ പൊട്ടറ്റോ ഇതെല്ലാം ഈവൻലി കുക്കാണ്, അതായത് എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് കുക്കാവുന്നത്. സോ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ പാരലലി നമ്മുടെ പൊട്ടറ്റോ ഓണിയനും അവിടെ വറുത്തോണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാൻ പോകണം.
ഇതാണ് നമ്മുടെ മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചത്. സോ ഇത് മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ പാനിലേക്ക് ഇടുന്നതാണ്, നമ്മുടെ പാത്രത്തിലേക്ക് ഇടുന്നതാണ്. സോ നമ്മളിവിടെ 4 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണത് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ നമ്മുടെ റെഡ് ചില്ലിയാണ്. നമ്മുടെ റെഡ് ചില്ലി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. സോ നമ്മൾ ഇതിന് മുമ്പ് ഇതിനകത്തേക്ക് ഉപ്പ് ഒരു തരി പോലും ഇട്ടിട്ടുള്ള ഉപ്പ്. സോ ഇനി നമ്മൾ മുട്ട ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ 4 മുട്ടയ്ക്ക് എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സോ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണുള്ള ഉപ്പാണ് ഇടുന്നത്. കുറച്ചും കൂടി എന്നിട്ട് കൊടുത്തേക്കാം. സോ ഇനി ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുട്ട ഇത് ഇങ്ങനെ തന്നെ വെക്കണതാണ്. ആക്ച്വലി ഞാൻ പൊട്ടറ്റോ ഫുള്ള് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചൂട് പൊട്ടറ്റോ, അതായത് എണ്ണയിൽ നിന്ന് കോരിയത് അതേപോലെ തന്നെ നേരെ ഇതിനകത്തേക്കാണ് ഇടാൻ പോണത്. സോ നമുക്കിവിടെ കാണാം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി ഒന്ന് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഇനി ആ കളറും കൂടി ഒന്ന് നൈസായിട്ട് മാറിയാൽ മതി. നമ്മളെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് സവാളയൊക്കെ. ജസ്റ്റ് ഈ പൊട്ടറ്റോ ഒന്നും കൂടി ഒന്ന് കളർ വന്ന രീതിയിൽ കുക്കാവും. സോ ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാം നമ്മുടെ പൊട്ടറ്റോയും നമ്മുടെ സവാളയൊക്കെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. കളറും നല്ലോണം മാറിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് പൊട്ടറ്റോ ഇതേപോലെ തന്നെ നമ്മൾ നേരെ നമ്മുടെ മുട്ടയുടെ മിക്സിലേക്കാണ് ഇടുന്നത്. ഓക്കെ, സോ നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ചൂട് പൊട്ടറ്റോ അതേപോലെ തന്നെ നേരെ മുട്ടയുടെ മിക്സിലേക്കാണ് ഇടുന്നത്. ഇതിങ്ങനെ ഇടുന്നതിലൊരു കാര്യമുണ്ട്. ആക്ച്വലി നമ്മുടെ മുട്ടയിൽ ഈ ചൂട് പൊട്ടറ്റോ ചെല്ലുമ്പോഴത്തേക്കും മുട്ട കോആഗുലേറ്റ് ചെയ്യും. നമ്മൾ അടുത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുട്ടയിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ടായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാക്സിമം പൊട്ടറ്റോ ഓടാത്ത രീതിയിൽ നോക്കുക. നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഒരു വിസ്ക് ഒന്ന് യൂസ് ചെയ്തിരിക്കണം നല്ലത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്പാച്ചില അല്ലെങ്കിൽ ഒരു തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം. ആക്ച്വലി നമ്മുടെ മുട്ട എല്ലാം പൊട്ടി നല്ല രീതിക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇവിടെ മുട്ടയുടെ കട്ടിയായിട്ട് ഇങ്ങനെ ഒന്നും കിടക്കണില്ല. പിന്നെ നമ്മുടെ പൊട്ടറ്റയും സവോളയും പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് ഇട്ടിരുന്ന നമ്മുടെ റെഡ് ചില്ലിയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ അതിൽ എക്സസ് ഉണ്ടായിരുന്ന എണ്ണ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ട് വെക്കും. ഓക്കെ, നമ്മൾ ഈ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുക. അതാണ് നമ്മളിത് ഉണ്ടാക്കുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്തുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാൻ പറഞ്ഞതെന്നുള്ളത്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഓയിൽ മാറ്റിയിട്ട് പാൻ ചൂടാക്കാൻ വെക്കുന്നു. പാൻ ചൂടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മാക്സിമം ലോ ഹീറ്റിൽ കുക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ഇതിപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടിയതാണ്. അല്ലാണ്ട് പൊട്ടറ്റോയും സവാളയും കുക്കായിട്ടുണ്ട്, എന്നാൽ പോലും നമ്മുടെ മുട്ടയുടെ ഉള്ളിൽ കുക്കാകാനുണ്ട്. സോ നമ്മുടെ പാനിവിടെ ലോ ഹീറ്റിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്തത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആക്ച്വലി. സോ ഇതാണ് നമ്മൾ മിക്സ് വെച്ച ഓംലെറ്റിൻ്റെ മിക്സ്. ഞാൻ ലോ ഹീറ്റിൽ വെച്ചേക്കുന്ന പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സോ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓംലെറ്റ് പോലെ അല്ല ഇത് കുറച്ചും കൂടി തിക്കാണ്. സോ ഇത് ഒരു സൈഡ് ഡണ്ണായിട്ട് നമ്മൾ അടുത്ത സൈഡ് മറിച്ചിടുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കാവാണ്ട് ഇത് മറിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം സ്പാറ്റേർഡായി പോകും. കുക്കായിട്ട് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. സോ ഇതിന് രണ്ടിൻ്റെ നടുക്കുള്ളൊരു മാർജിൻ ലൈൻ ഉണ്ട്. അത് ഏകദേശം സെക്കൻഡ്സ് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ ടൈം നോക്കിയിട്ട് വേണം നമ്മളത് മറിച്ചിടാനായിട്ട്. സോ ഇതിപ്പോൾ ഞാൻ മാക്സിമം ലോ ഹീറ്റിലാണ് വെച്ച് കുക്ക് ചെയ്യണത്. ഇടയ്ക്ക് ഞാനിത് റേഞ്ചിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പുറത്തേക്ക് വെക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പാനിലുള്ള ചൂടിലിരുന്നൊന്ന് കുക്കാവാനായിട്ട്. ഓക്കെ, സോ ഞാൻ നമ്മുടെ ഓംലെറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിക്കി കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിക്വിഡ് ഉള്ളത് വേണമെങ്കിൽ കുറച്ച് സൈഡിലൊക്കെ കൂടി കയറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഞാൻ അടുത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓംലെറ്റ് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ പോകണം. സോ ഇതിൻ്റെ അകത്തു നിന്നുള്ള സ്റ്റീം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പായി നിന്നിട്ട് മേൽഭാഗം കുറച്ച് കുക്കാവുകയും ചെയ്യും. കുറച്ചും കൂടി പെട്ടെന്ന് കുക്കാവും. സോ എൻ്റെ കയ്യിൽ ബാക്കി വീട്ടിൽ കുറച്ച് ലെഫ്റ്റ് ഓവറായിട്ട് കുറച്ച് ചൈവ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി സ്നിക്ലാവൊക്കെ ഇത് ഡോയ്ച്ച് വാക്കാണ്. ആക്ച്വലി ഇത് ചൈവ് എന്ന് പറയും. ഇത് ഡ്രൈഡാണ്. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണത്. സോ ഞാൻ ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീട്ടിൽ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചുമ്മാ ഇത് മേളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ തുടങ്ങിയത്. ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ കളറും ഉണ്ട്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പക്ഷേ ഒരു ഗ്രീനിൻ്റെ കുറവും കൂടി ഉണ്ട്.
സോ ഫ്രണ്ട്സ്, ഞാനിതിപ്പോൾ നൈസായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ തിക്കി അടിഭാഗം എന്താണ് അവസ്ഥ എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സ്പാച്ചിൽ വെച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. പിന്നെ നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നനക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് കിടന്ന് കറങ്ങും ഇങ്ങനെ ആണല്ലേ. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിഭാഗം എന്തായാലും കറക്റ്റായിരുന്നല്ലോ നമുക്ക് മനസ്സിലായി. പിന്നെ അടുത്തതിൻ്റെ നടുക്കാണ്. നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ മേൽഭാഗം കണ്ടിട്ട് എനിക്കിത് കുറച്ച് വാട്ടർ ആയിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് തോണ്ടി നോക്കിയപ്പോഴത്തേക്കും ഓക്കെ നടുഭാഗത്ത് കുക്ക്ഡാണ്. സോ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ ഞാൻ അടുത്തത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളൊരു വലിയ പാത്രം ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ നൈസായിട്ട് എൻ്റെ പാനിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് 1 2 3 ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തു. സോ ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാം ലക്കാണ് താഴെ പോയില്ല. സോ ഇനി അതേപോലെ തന്നെ നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മളെ കുറച്ച് ഒലിവ് ഓയിൽ ഞാൻ മേളിലേക്ക് നിന്ന് നൈസായിട്ട് ഡ്രിസിൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സൂക്ഷിച്ച് അത് പഴയ പോലെ തന്നെ ഞാൻ ഇടണം. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത പോലെ തന്നെ നമ്മുടെ ഈ പുറത്തേക്ക് ചാടിക്കുന്ന ഭാഗത്തേക്ക് അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മൊത്തം ഒന്ന് കുക്ക് ചെയ്ത് വന്നത് ഒരു സൈഡ് കുക്ക് ചെയ്ത് വന്ന ഏകദേശം ലോ ഹീറ്റിലൊരു 4 മുതൽ 5 മിനിറ്റ് വരെ ഏകദേശം എടുത്തായിരുന്നു വൺ സൈഡ് കുക്ക് ചെയ്ത് തരാണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡ് കുക്ക് ചെയ്യാനായിട്ട് അധികം നേരം എടുക്കില്ല, ഹാർഡ്ലി ഒരു 2 മിനിറ്റ് മാക്സിമം എടുക്കുള്ളൂ. അത് നമുക്ക് ഏകദേശം ഈ ഒരു കളറിൽ കിട്ടിയാൽ ഇത് പെർഫെക്റ്റ് കളറാണ്. ഇത് കരിഞ്ഞിട്ടുമില്ല എന്നാൽ ഉള്ള അധികം കുക്കായിട്ടുമില്ല, ബട്ട് കുക്കായിട്ടുണ്ട് ആവശ്യത്തിന്. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ സ്പാനിഷ് ഓംലെറ്റ് നമുക്ക് കിട്ടേണ്ടത്. ആക്ച്വലി ഞാനിപ്പോൾ ഇതൊരു സേഫ് പ്ലേ കളിച്ചതാണ്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ വേണ്ടി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല അതിനകത്ത്. അതല്ലാണ്ട് മുട്ടയുടെ ക്വാണ്ടിറ്റിയും കുറച്ച് ചെറിയ സൈസാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങളിത് വലിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കണതിൻ്റെ എക്സ്ട്രാ 2 ഇരട്ടി കെയറും കൂടി എടുക്കണം. സോ ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാൻ നൈസായിട്ടൊന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അടിയിൽ നമ്മളിത് മലത്തിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലായിടത്തും സ്പ്രെഡ് ആവുകയും ചെയ്യും, അതല്ലാണ്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും. സോ ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാം. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് ലോ ഹീറ്റിൽ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിത് നോക്കാം റെഡി ആയിട്ടുണ്ടല്ലേ എന്ന്. ഞാൻ പഴയ പോലെ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് 1 2 3 ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ട്രൂത്ത്. വേഗം കാലത്ത് നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. സോ ഞാൻ ഇനിയിപ്പോൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ സൂക്ഷിച്ച് ഇങ്ങനെ തന്നെ എനിക്ക് വേണ്ട പ്ലേറ്റിലേക്ക് ഞാനിത് മാറ്റണേ. ഓക്കെ.